السلام عليكم ورحمة الله. وعليكم السلام ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. الحمد لله. നമ്മുടെ പഠന മന്ദിരത്തിലൂടെ നമ്മുടെ പരിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ എളുപ്പമാർഗ്ഗങ്ങൾ, പാരായണത്തിലേക്ക് എത്താനുള്ള വഴികളാണ് നമ്മൾ നോക്കുന്നത്. എന്ന് പറഞ്ഞാൽ അറബി അക്ഷരങ്ങൾ പഠിച്ചു മറന്നവരും അതുപോലെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉപകരിക്കുന്നു ഈ ക്ലാസ്. നമ്മൾ ഓരോ പാഠങ്ങൾ അക്ഷരങ്ങളിലൂടെ നമ്മൾ കടന്നു വരുന്നത്. അറബി അക്ഷരങ്ങൾ എത്ര ഉണ്ട്? 28 ഉണ്ട് അല്ലേ? അതിൽ ഏറ്റവും എളുപ്പം പഠിക്കാൻ പറ്റിയ അക്ഷരത്തുണ്ട് 15. ആ 15 അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചാൽ അതുകൊണ്ടുള്ള വാചകങ്ങളും വാക്കുകളൊക്കെ നമ്മൾ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് എന്ത് വരും? പെട്ടെന്ന് ഖുർആൻ പാരായണത്തിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഫതഹിനെ നീട്ടാൻ എന്ത് വരും? അലിഫ് വരും. ഇനി കെസറിനെ നീട്ടാൻ യാ വരും. ലമ്മിനെ നീട്ടാൻ വാവ് വരും. അതൊരു അടിസ്ഥാന കാര്യമാണ്. 3 കാര്യങ്ങൾ അറിയാം. ഫതഹിനെ നീട്ടാൻ, കെസറിനെ നീട്ടാൻ, ലമ്മിനെ നീട്ടാൻ, വാവ്. അപ്പൊ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളാണ് അലിഫ്, വാവ്, യാ. ഫതഹ് നമ്മൾ എന്ത് പറയും? മലയാളത്തിൽ പറഞ്ഞ അകാരം, ഇകാരം, ഉകാരം എന്ന് പറയും. അപ്പൊ നമുക്ക് ഫതഹിനെ നീട്ടാൻ അലിഫ്, കെസറിനെ നീട്ടാൻ യാ, ലമ്മിനെ നീട്ടാൻ വാവ്. ഇപ്പൊ നമുക്ക് അക്ഷരങ്ങൾ നമുക്ക് ഒന്നുകൂടെ എഴുതാണ്. അപ്പൊ ഫതഹിനെ കിട്ടാൻ അലിഫ് വരുമല്ലോ. ഇനി കെസറ എഴുതാൻ പോകുന്നത്. കെസറിട്ടാ എങ്ങനെ എഴുതും? ഇ ഇ. അപ്പൊ ഈ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും? കെസറിനെ കിട്ടാൻ എന്തിടും? അപ്പൊ എന്തായി? ഈ. കണ്ടോ? ഈ ഈ. അടുത്ത അക്ഷരം ഏതാണ്? ബായ്ക്ക് കെസറ വന്നു. ബി. കെസറിനെ നീട്ടാൻ അപ്പൊ എന്തായി? ബി. അപ്പം ഇനി നമുക്ക് ബി എന്ന് എഴുതി നമ്മൾ കണ്ടില്ലേ? ഈ ബീനെ നമ്മൾ എന്ത് ചെയ്ത ഇങ്ങനെ എഴുതും. എന്തായി? കിട്ടാൻ എന്ത് വരും? യാ വരും. വേണ്ട, ബി. അപ്പോൾ ഈ അക്ഷരം പഠിക്കുക. ഈ ബി. ഇവിടെ എന്തായി? ഈ ബി. അപ്പൊ ബായിനോട് ചേർത്ത് എന്ത് എഴുതി? യാ എഴുതി. അടുത്ത എന്താണ്? ത ആണ് അല്ലേ? താന് പത്തയിട്ട ത. കെസറിട്ടാലോ? തീ. അപ്പൊ തീയെ ഇങ്ങനെ എഴുതുന്നത് എങ്ങനെ? താവും യാവും കൂടെ എഴുതുന്നത്. ഈ യാന് പുള്ളി കാണും, പുള്ളി കാണത്തില്ല. 2 രീതിയിലും വരും കേട്ടോ. അടുത്ത എന്താണ്? എളുപ്പമുള്ള അക്ഷരത്തില് അല്ല, ജീം. ജീമാണ്. അപ്പം ജീം കണ്ട, ജി ജാ ജി. ജി എങ്ങനെ എഴുതുന്നത് നോക്കിക്കോ. കണ്ട, ജി അല്ലെ? നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ എന്താ വായിച്ചത്? ഫത്തഹായിരുന്നു. ഇതെല്ലാത്തിനും എന്തായിരിക്കും? കെസറായിരിക്കും. ജി ജി. അടുത്ത എന്താണ്? ദാല്, ദി. അപ്പൊ ദി എന്ന് എഴുതുമ്പോ എന്തുവരും? യാ ഇതിന്റെ കൂടെ ചേർത്ത് എഴുതുവോ? ഇല്ല. അതിങ്ങനെ സെപ്പറേറ്റേ വരത്തുള്ളൂ. ഏതുപോലെ? ഈ എഴുതിയ പോലെ. അലിഫിന്റെ കൂടെയും ദാലിന്റെ കൂടെയും ചേർത്ത് എഴുതത്തില്ല. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത അക്ഷരം ഏതാണ്? ഈ ബി. എളുപ്പമുള്ള അക്ഷരം. അറബി 28 അക്ഷരങ്ങളിൽ ഏറ്റവും എളുപ്പമുള്ളത് മാത്രം നമ്മൾ ഇതിനകത്ത് ഇതിനകത്ത് വരുന്നത് റ ആണ് അല്ലേ? റ. അപ്പൊ റായിന് കെസറിട്ട റീ. റീ എന്ന് പറയെങ്കിലും അറബിയിൽ എന്ത് പറയത്തുള്ളൂ? രീ എന്നേ പറയത്തുള്ളൂ. അപ്പൊ നോക്കിക്കോ. രീ. അപ്പൊ രീ എന്ന് എഴുതുമ്പോൾ എന്ത് ചെയ്യത്തില്ല? ചേർത്ത് എഴുതത്തില്ല. അടുത്തത് സ. സ എന്തായി? സി ആയി. കെസറിട്ടപ്പം സി ആയി. അപ്പൊ സിക്ക് എന്തെങ്കിലും എഴുതും? ഉണ്ടോ? സിയുടെ കൂടെ എന്ത് ചെയ്യും? അപ്പൊ സി. എന്താ? സീനിന്റെ കൂടെ എഴുതും സി. അടുത്ത അക്ഷരം ഏതാണ്? ഷീനാണ്. 3 പുള്ളി ഇട്ടപ്പോ എന്തായി? ഷീനായി. അപ്പൊ ഷീന്റെ കെസറി ഷീ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? ഷീ. ഉണ്ടോ? അടുത്തത് കാഫാണ് അല്ലേ? അപ്പൊ കീ. കീ എന്ന് എഴുതുമ്പോഴെന്ന് എഴുതും? ചേർത്ത് എഴുതും. കീ. അടുത്തത് ലാമാണ്. ലാമിന്റെ കൂടെ എന്ത് എഴുതും? ചേർത്ത് എഴുതും. ലീ. അടുത്തത് വാവാണ്. വാവിന് കെസർ വി. കെസറിട്ടാൽ വി. അപ്പൊ യാ ഇനി സെപ്പറേറ്റ് എഴുതുവോ ചേർത്ത് എഴുതുവോ? സെപ്പറേറ്റ് എഴുതും. അടുത്തത് ഹ ആണ്. ഹി. അപ്പൊ ചേർത്ത് എഴുതിയോ ഇല്ലയോ? ചേർത്ത് എഴുതിയ ഹി. അടുത്തത് യാ ആണ്. യാ. അപ്പൊ ഈ
ഈയുടെ കൂടെ എന്ത് ചെയ്യും? ചേർത്ത് എഴുതും. കണ്ടോ, 2 പുള്ളിയുണ്ട്, വീണ്ടും യാ വന്നു, അതിന് പുള്ളിയില്ലെന്നേ ഉള്ളൂ. ഈ അപ്പം 15 അക്ഷരങ്ങൾ നമ്മൾ ഇങ്ങനെ എഴുതി എന്ന് മകൾ വായിക്കാണ്. ഉദാഹരണം പറഞ്ഞാൽ ഫതഹ് നീട്ടാൻ അലിഫ്, കസ്ര നീട്ടാൻ യാ, ലമ്മിന് നീട്ടാൻ വാവ്. ഈ 3 അക്ഷരങ്ങളെ ആസ്പദമാക്കിയാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്, അല്ലേ? അപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ്? ആ ഇ, ഈ, ബ ബി, ബി, ത തി, തി, ജ ജി, ജി, ദ ദി, ദി, റ റി, റി, സ സി, സി, ഷ ഷി, ഷി, ക കി, കി, ല ലി, ലി, വ വി, വി, ഹ ഹി, ഹി, യ ഇ, ഈ. എന്തിനാ ഈ അത് ആദ്യമേ ആയും കൂടെ പറഞ്ഞ എന്തിനാണെന്നറിയോ? ഈ അക്ഷരങ്ങളുടെ അടിസ്ഥാനം എന്താണ്? നമ്മൾ പറയുമ്പോ എങ്ങനെ? ആ എന്ന് തന്നെ പറയണം, ബ എന്ന് പറയണം, ത എന്ന് പറയണം, ജ എന്ന് പറയണം. ഓർമ്മ വരുന്നെങ്കിൽ എങ്ങനെയല്ലേ പറ്റുള്ളൂ? സാധാരണ ഒരാൾക്ക്, ഒരു കുട്ടിക്ക്, പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഓർമ്മ വേണം എന്ത് ചെയ്യണം? ഫതഹിലൂടെ പഠിപ്പിച്ചെങ്കിലേ പറ്റത്തുള്ളൂ, കെസറിലൂടെ അല്ല പഠിപ്പിക്കുന്നത്. അപ്പൊ 2ാമത്തെ സ്റ്റെപ്പാണ് കെസർ. ഫസ്റ്റ് ഏതാണ്? ഫതഹ്. 2ാമത്തത് കെസർ, അല്ലേ? ഇനി നമ്മൾക്ക് ഇതിന്റെ പദങ്ങൾ പഠിക്കാം, വാക്കുകൾ പഠിക്കാം. നമ്മൾ ഈ കെസർ ഉപയോഗിച്ചുള്ള വാചകങ്ങളോടെ വായിക്കുമ്പോൾ നമുക്ക് എന്താ പെട്ടെന്ന് ഓർമ്മ വരും, അല്ലേ? അപ്പൊ നോക്കിക്കോ,